ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മലേഷ്യയിലെത്തിയിരിക്കുകയാണ്. മലേഷ്യയിലെ ജലൻ അലോറിലേക്ക് ഒരു ഈവനിങ് വാക്ക് നടത്തിയാലോ എന്ന് ആലോചിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലേഷ്യ നമ്മളെ അത്ഭുതപ്പെടുത്തി എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ. ഫുള്ള് ലൈറ്റിങ്ങും ഡെക്കറേഷനും കൊണ്ട് എന്താ പറയുക, ഫുൾ എനർജി ആയിരുന്നു. അപ്പോൾ ഭയങ്കര എനർജി ലെവൽ ഹൈ ആയിരുന്നു ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്. ഇവിടെ നമ്മൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് പൊതുവെ ഒത്തിരി ഇവിടെ നമ്മൾ കാണാൻ സാധിച്ചെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇവിടെ പല പല എന്തൊക്കെ ഇവിടെ ഒരു സൈഡിൽ ഭയങ്കര ഡ്രോയിങ്ങും കാര്യങ്ങളും കാർട്ടൂണും സ്കെച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ലോകം. പിന്നെ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു മ്യൂസിക്കിൻ്റെ ഒരു വേൾഡ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ആൾക്കാർ അവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് പോകാനും ഒരു പ്രത്യേക എനർജി കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ശരിക്കും ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ലിറ്ററലി ഭയങ്കര ഹെവനാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓരോ സ്റ്റോളിലും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കേട്ടോ ഇവിടെ അത് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ സീ ഫുഡ് പ്രേമികൾക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. ഇവിടെ എല്ലാത്തരം സീ ഫുഡും അവൈലബിൾ ആണ്. അത് സീ ഫുഡ് മാത്രമല്ല, മീറ്റും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെയാണ് അവർ ഫ്രഷായിട്ട് ഭക്ഷണം അവർ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അവർ നമ്മുടെ മുന്നിൽ തന്നെയാണ് ഗ്രില്ല് ചെയ്യുന്നതുമൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് പറയുന്നത് അവർ ഗ്രില്ല് ചെയ്ത് തരും. അതുപോലെ തന്നെ മീറ്റും സെയിം അതേപോലെ തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകതയിലുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഒത്തിരി ഡിഫറെൻറ്റ് സ്റ്റോളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ മ്യൂസിക്കൽ വൈബ് ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും കാണും ഇങ്ങനെ ഓരോ മ്യൂസിക്കൽ ബാൻഡ്സ്. അതൊരു ഭയങ്കര നല്ലൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഡെസേർട്ട്. ഇപ്പോൾ ഈ കാണുന്ന ജെല്ലി അത് ഐസ്ക്രീമിലുള്ളൊരു ഡെസേർട്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്തു. ശരിക്കും അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് നല്ലൊരു ഡിഷായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു കോട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ചോക്ലേറ്റ് കോട്ടഡ്, അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഉള്ള ലോക്കൽസ് ആൾക്കാരൊക്കെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ കുറച്ച് മലയാളീസിനെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ടു കേട്ടോ. ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മലയാളിയുടെ തന്നെ. അങ്ങനെ കുറച്ച് നല്ലൊരു മൊമെൻറ്റ്സൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു അവിടുത്തെ മാർക്കറ്റിൽ. ഒത്തിരി നല്ല മെമ്മറീസ് കൊണ്ടാണ് നമ്മൾ തിരിച്ചു വന്നത് കേട്ടോ. നല്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ജേർണി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഹാപ്പിനെസ് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താങ്ക്സ് ടു ധന വെഞ്ചേഴ്സ് ട്രിവാൻഡ്രത്തുള്ള ട്രാവൽ ഏജൻസിയാണ് ഞങ്ങളുടെ ഒത്തിരി എല്ലാ കാര്യത്തിനും അവർ ഞങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം ഇന്ത്യയിൽ എങ്ങനെയാണോ ഞങ്ങൾ കറങ്ങുന്നത് അതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ ഫീല്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളി ഒരു ജേർണി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ട്രാവൽ ഏജൻസി നിങ്ങൾക്ക് ഇതുപോലെ യാത്രകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതായിരിക്കും. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.